എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലെങ്കിൽ എന്ത് ലഭിക്കുകയില്ല? ഉത്തരം: സ്വർഗത്തിലുള്ള പിതാവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ല. 6-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2: ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കേണ്ടതിന് എന്തു ചെയ്യരുത്? ഉത്തരം: നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. 6-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 3: ഭിക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഉത്തരം: രഹസ്യത്തിൽ. 6-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 4: ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് ആർ അറിയരുത്? ഉത്തരം: വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. 6-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 5: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെ പോലെ ആകരുത്? ഉത്തരം: കപടഭക്തിക്കാരെ പോലെ. 6-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 6: കപടഭക്തിക്കാർ പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു, കാരണം? ഉത്തരം: മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. 6-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 7: നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഉത്തരം: അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. 6-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 8: പ്രാർത്ഥിക്കുമ്പോൾ നാം ജാതികളെ പോലെ എന്തു ചെയ്യരുത്? ഉത്തരം: ജൽപ്പനം ചെയ്യരുത്. 6-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 9: പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് കരുതുന്നവർ ആർ? ഉത്തരം: ജാതികൾ. 6-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 10: നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ നിങ്ങളോട് ക്ഷമിക്കുകയില്ല, എപ്പോൾ? ഉത്തരം: നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ. 6-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 11: ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ എന്തു ചെയ്യരുത്? ഉത്തരം: വാടിയ മുഖം കാണിക്കരുത്. 6-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 12: കപടഭക്തിക്കാർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് എന്തു ചെയ്യുന്നു? ഉത്തരം: മുഖം വിരൂപമാക്കുന്നു. 6-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 13: ഉപവാസം രഹസ്യത്തിലുള്ള പിതാവിന് വിളങ്ങേണ്ടതിന് എന്തു ചെയ്യണം? ഉത്തരം: തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകണം. 6-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 14: ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിച്ചാൽ എന്തു സംഭവിക്കും? ഉത്തരം: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യും. 6-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 15: നമ്മുടെ നിക്ഷേപം എവിടെ സ്വരൂപിക്കണം? ഉത്തരം: സ്വർഗത്തിൽ. 6-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 16: നമ്മുടെ നിക്ഷേപമുള്ളിടത്ത് എന്തും ഇരിക്കും? ഉത്തരം: നമ്മുടെ ഹൃദയവും. 6-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 17: എന്താണ് ശരീരത്തിന്റെ വിളക്ക്? ഉത്തരം: കണ്ണ്. 6-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 18: ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കുന്നത് എപ്പോൾ? ഉത്തരം: കണ്ണ് ചൊവ്വുള്ളതായിരിക്കുമ്പോൾ. 6-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 19: കണ്ണ് കേടുള്ളതായിരിക്കുമ്പോൾ ശരീരം മുഴുവനും എങ്ങനെയായിരിക്കും? ഉത്തരം: ഇരുണ്ടതായിരിക്കും. 6-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 20: ഒരുവൻ 2 യജമാനന്മാരെ സേവിച്ചാൽ എന്തു സംഭവിക്കും? ഉത്തരം: ഒരുത്തനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. 6-ാം അധ്യായം 24-ാം വാക്യം. ചോദ്യം 21: നമുക്ക് ദൈവത്തെയും മറ്റാരെയും സേവിപ്പാൻ കഴിയില്ലെന്നാണ് യേശു പഠിപ്പിച്ചത്? ഉത്തരം: മാമോനെയും. 6-ാം അധ്യായം 24-ാം വാക്യം. ചോദ്യം 22: എന്തിനെക്കുറിച്ച് നാം വിചാരപ്പെടരുതെന്നാണ് യേശു പഠിപ്പിച്ചത്? ഉത്തരം: എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നമ്മുടെ ജീവനായിക്കൊണ്ടും
എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. 6-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 23. ആഹാരത്തെക്കാൾ വിലയുള്ളതെന്ത്? ഉത്തരം ജീവൻ. 6-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 24. ഉടുപ്പിനേക്കാൾ വിലയുള്ളതെന്ത്? ഉത്തരം ശരീരം. 6-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 25. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല. ഏവ? ഉത്തരം ആകാശത്തിലെ പറവകൾ. 6-ാം അധ്യായം 26-ാം വാക്യം. ചോദ്യം 26. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ഏവയേക്കാൾ? ഉത്തരം ആകാശത്തിലെ പറവകളേക്കാൾ. 6-ാം അധ്യായം 26-ാം വാക്യം. ചോദ്യം 27. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. ഏവ? ഉത്തരം വയലിലെ താമര. 6-ാം അധ്യായം 28-ാം വാക്യം. ചോദ്യം 28. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഏതിനോളം? ഉത്തരം വയലിലെ താമരയോളം. 6-ാം അധ്യായം 29-ാം വാക്യം. ചോദ്യം 29. ആകയാൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ആർ അന്വേഷിക്കുന്നു? ഉത്തരം ജാതികൾ. 6-ാം അധ്യായം 31-ഉം 32-ഉം വാക്യങ്ങൾ. ചോദ്യം 30. നാം മുമ്പേ എന്ത് അന്വേഷിക്കണം? ഉത്തരം ദൈവത്തിന്റെ രാജ്യവും നീതിയും. 6-ാം അധ്യായം 33-ാം വാക്യം. ചോദ്യം 31. നാളേക്കായി വിചാരപ്പെടരുത്. എന്തുകൊണ്ട്? ഉത്തരം നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടും, അതുകൊണ്ട്. 6-ാം അധ്യായം 34-ാം വാക്യം. ചോദ്യം 32. അതത് ദിവസത്തിന് എന്തു മതി? ഉത്തരം അന്നന്നത്തെ ദോഷം മതി. 6-ാം അധ്യായം 34-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.